ലോകത്തെ വീണ്ടും ആശങ്കയിലാഴ്ത്തി ഹാൻഡ വൈറസ്. ആഡംബര ക്രൂസ് കപ്പലിൽ വൈറസ് ബാധയെ തുടർന്ന് 3 പേർ മരിച്ചു. 5 പേരെ ജോഹന്നാസ്ബർഗിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അർജന്റീനയിൽ നിന്നും കാനറി ദ്വീപുകളിലേക്ക് യാത്ര തിരിച്ച ക്രൂസ് കപ്പലിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. അന്റാർട്ടിക്കയും ഫോക്ലാൻഡ് ദ്വീപുകളും സന്ദർശിച്ച ശേഷമാണ് കപ്പൽ യാത്ര തുടരുന്നത്. രോഗവ്യാപന സാധ്യത കണക്കിലെടുത്ത് കപ്പലിലുള്ള യാത്രക്കാരെ പുറത്തിറങ്ങാൻ അനുവദിച്ചിട്ടില്ല. സംഭവത്തിൽ ലോകാരോഗ്യ സംഘടനയും ഇടപെട്ടിട്ടുണ്ട്. 1950കളിൽ കൊറിയൻ യുദ്ധകാലത്ത് ഹാൻഡാൻ നദിക്ക് അടുത്താണ് ഹാൻഡ വൈറസ് ആദ്യമായി തിരിച്ചറിയപ്പെട്ടത്. എലികൾ, വവ്വാലുകൾ പോലെയുള്ള ജീവികളിലൂടെയാണ് വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നത്. ഇവയുടെ മലമൂത്രത്തിലൂടെയോ ഉമിനീരിലൂടെയോ പുറത്തുവരുന്ന വൈറസ് കണങ്ങൾ വായുവിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴാണ് രോഗബാധ ഉണ്ടാകുന്നത്. അണുബാധയുള്ള എലിയുടെ കടിയേറ്റാലും രോഗം പകരാൻ സാധ്യതയുണ്ട്. ശ്വാസകോശത്തെയും വൃക്കകളെയും പ്രധാനമായും ബാധിക്കുന്ന വൈറസിന്റെ ഏറ്റവും അപകടകാരിയായ രൂപമാണ് ഹാൻഡോപൾമണറി സിൻഡ്രം. 40% വരെയാണ് മരണനിരക്ക് കണക്കാക്കുന്നത്. പനി, ശരീരവേദന എന്നിവയാണ് ആദ്യ ലക്ഷണങ്ങൾ. പിന്നീട് ശ്വാസതടസ്സം, അമിത പേശിവേദന, രക്തസമ്മർദ്ദം കുറയൽ, ഹൃദയമിടിപ്പ് ക്രമരഹിതമാകൽ തുടങ്ങിയ ഗുരുതരാവസ്ഥകളിലേക്ക് രോഗാവസ്ഥ നീങ്ങാം. നിലവിൽ ഈ വൈറസിന് പ്രത്യേക വാക്സിനോ മരുന്നുകളോ ലഭ്യമല്ല. രോഗം നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സ നൽകുക മാത്രമാണ് പ്രതിരോധ മാർഗം. വീടുകളിലും പരിസരങ്ങളിലും എലികൾ പെരുകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.